ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ മരക്കഴുത പറയുന്നു നമ്മുടെ ജുറാസിക് പാർക്കിൽ മെഴ്സിഡീസിന് AMG ഗോൾഡ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. നീ പറഞ്ഞ സത്യമാണോ? ഓളോ ഫ്രാങ്ക്ലിനെ, ഞാൻ പറയുന്ന സത്യമാ. എനിക്ക് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല ഗൈസ്. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കാർക്ക് ആരെങ്കിലും അവിടെ കൊണ്ട് വെക്കൂല. പിന്നെ ഏത് പൊട്ടനായിരിക്കും ജുറാസിക് പാർക്കിലേക്ക് കാർ വെക്കൂ? നമുക്ക് നോക്കാം. വണ്ടി കയറടാ കുരങ്ങേ, വണ്ടി കയറ്. കയറാൻ ഇങ്ങോട്ട് വണ്ടി കയറ്റണ്ട ആളാ. പിന്നെ കയറ്റി തരാം. ഒന്ന് കയറടാ പോവേ. നമ്മൾ കയറി. അങ്ങനെ ഈ ഒരു കുരങ്ങൊന്നും നമ്മുടെ കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിൽ വിടാം. ഈ പൊട്ടന വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ജുറാസിക് പാർക്കിൽ എത്തിയിട്ടുണ്ട് ഈ മരക്കഴുതയുമായി. നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം ഗൈസ്. ഇതിനുള്ളിൽ എന്തൊക്കെ മായ മന്ത്രങ്ങൾ ഉണ്ടെന്ന് ഇവൻ പറഞ്ഞ സത്യമാണോ അതോ സത്യത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ഇവനെ ഉപേക്ഷിച്ച് പോകും ഗൈസ്. എൻ്റെ ബൈക്ക് പോയാലും എനിക്ക് കുഴപ്പമില്ല, ഈ മരക്കഴുത പോയാലും കുഴപ്പമില്ല. നമുക്ക് ആ AMG കാർ വേണം വേണം വേണം. അപ്പോൾ നമുക്ക് അതിനുള്ള പരിശീലനങ്ങൾ നമുക്ക് നോക്കാം. ഈ മരക്കഴുതയാണെങ്കിൽ ഗൈസ്, ഇതിനകത്ത് ഈ വണ്ടിക്കകത്താണെങ്കിൽ കാര്യം സാധിച്ചു. അപ്പം തന്നെ ചവിട്ടി പുറത്താക്കി ഞാൻ കഴുകിക്കൊണ്ട് പോയി പുതിയ ഡ്രസ്സ് വെട്ടിപ്പിച്ച് കൊണ്ടുവന്നപ്പോഴാണ് ഗൈസ് ഞാനൊരു കാര്യം കാണുന്നത്. അവിടെ ആയിട്ട് കിടക്കുന്ന ഒരു ഗോൾഡൻ കാർ. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ട്, എന്നാലും ചെറിയൊരു പേടിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ വണ്ടിയും പിടിച്ചോണ്ടിരിക്കുന്നത്. നമുക്കങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. ഇനി പറയുന്ന കള്ളമാണെങ്കിൽ എന്തോ വല്ല ബോംബാണോ? ഇപ്പം ഞാൻ പോയി നോക്കട്ടെ. വണ്ടി പറപ്പിച്ച് വിടുവാണ് ഗൈസ്. സത്യമാണിത്. താഴെ AMG കാറ്. ഈ കുരങ്ങനെ എന്തിനാ കിടന്ന് ഉറങ്ങുന്ന? ഇവിടെ കിടന്ന് പുറകില്ലോടോ, സത്യം പുറകില്ലേ? ശരിയാടാ, ഞാനൊന്ന് കയറി നോക്കട്ടെ. ഏതാടാ വണ്ടി? പരമ മാസം വണ്ടി. കോൺസിക്കിൻ്റെ ഒരു ചെറിയൊരു കട്ടുണ്ടെങ്കിൽ നല്ല സെറ്റുണ്ട്. എന്നും കൂടെ കൊണ്ടുപോടാ. ഓടാ വരങ്ങേ, ഞാൻ പോട്ട്. അയ്യോ, ഒരു ഡ്രാഗൺ വരുന്നേ. അയ്യോ, കുരങ്ങനെ വല്ല ജുറാസിക് പാർക്കിൽ വല്ല ഡ്രാഗൺ എന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം എക്സിറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടാതെ ഗീവ് അവേ കിട്ടായിരുന്നു. ആരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്തില്ല. അതും കൂടാതെ നമ്മുടെ കപ്പി ഫാമിങ്ങിനൊന്നും ആരും ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൂടാതെ ഗൈസ്, നിങ്ങൾ നന്നായിട്ട് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തരുവാണെങ്കിൽ ഗപ്പീസിനെയൊക്കെ ഞാൻ ഗീവ് അവേ തരും ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ നോക്ക്. എക്സിറ്റ് കണ്ടുപിടിച്ച്. ഇപ്പോൾ എക്സിറ്റിലേക്ക് നേരെ അങ്ങ് പോവാം കേട്ടോ. യെസ്, അങ്ങനെ ഫൈനൽ നമുക്ക് കിട്ടി. ഒരു പോലീസുകാരും എല്ലാം കാണാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ വീടാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ്. എനിക്ക് വേണമെങ്കിൽ അതിൽ എത്തി നോക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അടുത്തായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. കുറച്ച് പതക്കെ, ഇല്ലെങ്കിൽ റെയിൽ തട്ടി തല്ലി പൊട്ടു. ഇത് പൊട്ടുവാണെങ്കിൽ തന്നെ എൻ്റെ വീടിൻ്റെ ആധാരം മൊത്തം വിൽക്കേണ്ടി വരും. കണ്ടോ ഗൈസ്, ഇപ്പം എൻ്റെ വണ്ടി ഒന്ന് പൊങ്ങിയതുണ്ടോ? അപ്പോൾ നമുക്ക് പറപ്പിച്ച് വിട്ടൊരു ചാട്ടം ചാടി നോക്കാം. ഇവിടെ വെച്ചാണെങ്കിൽ എൻ്റെ പൊന്നോ അമ്മച്ചേത്, അയ്യോ എൻ്റെ ഗോൾഡൻ കാർ മെഴ്സിഡീസ്. എൻ്റെ പൊന്നോ, എൻ്റെ മെഴ്സിഡീസ് പൊട്ടിപ്പോയേ. അയ്യോ, ഞാൻ തെറിച്ചു അമ്മച്ചി. എൻ്റെ കഥ തീർന്നു ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് വെക്ക്. കാലൊടിങ്ങെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. പീസ് ഔട്ട്.